back to our channel Feba Atrocity World. Guys, in എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പിയോടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഗൈസ് എല്ലാ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഗൈസ് ഇന്ന് വന്ന് മെയ് 1 എല്ലാവർക്കും ഹാപ്പി മെയ് ഡേ. പിന്നെ നമ്മൾ ഈ ഭയങ്കര ചൂടാണ്, അപ്പം ചൂടിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഒരു നന്നാറിയ സർബത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോ അകത്ത് പോയി കാണാം. വന്ന് നോക്കിയെങ്കിൽ ഒരു ബോട്ടിലിൽ കണ്ടോ, ഇങ്ങനെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബോട്ടിലാണ് ഇതിന് നന്നാറിയ സർബത്ത് കണ്ടോ, പേര് എഴുതിയിട്ടുണ്ട് നന്നാറിയ സർബത്ത്. ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ആക്ച്വലി വന്ന് സിറപ്പാണ്, നമ്മൾ നന്നാറിയ സിറപ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അടുത്തുള്ളത് കാണിച്ചെങ്കിൽ ഇത് വന്ന് സബ്ജ സീഡ്. ഇതൊന്ന് നമ്മൾ സോക്ക് ചെയ്തിട്ടില്ല, കണ്ടോ കടുക് പോലെ ഇരിക്കുന്നുണ്ട് ഓരോ സീഡും കണ്ടോ ബ്ലാക്ക് ആയിട്ട്. സോ ഇത് വന്ന് സബ്ജ സീഡാണ്, നമ്മൾ അത് സർബത്തിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസാണ്. പിന്നെ ഈ സബ്ജ സീഡ് ഞാൻ എന്തോ ചെയ്ത് വെക്കുന്നത് വെച്ചാൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പോലാകും. സോക്ക് ചെയ്യുന്ന മുന്നേ കണ്ടോ ഈ ബൗളിൽ കണ്ടോ ഇത് ഇങ്ങനെയായിരിക്കുന്നത്. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ പോലെ മാറിയേക്കും. സോ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ വന്ന് നന്നാരെ സർബത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യലായ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുമാണ്. സോ അത് നമ്മൾ വന്ന് ഗാർഡനിൽ പോയിട്ട് കാണിക്കാമേ. സോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നന്നാരെ സർബത്തിന് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലെമനാണ്. സോ ലെമണ് നമ്മൾ സോഡ ഒക്കെ മിക്കവാറും കടകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത്, അതിപ്പോൾ സോഡ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എന്തോ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ലെമൺ ആഡ് ചെയ്യാൻ പോവാം. സോ ഇവിടെ നിന്ന് കുറച്ച് ലെമൺ നമ്മൾ എടുക്കാൻ പോവാന്നേ. ഇപ്പോൾ നമ്മൾ വന്ന് ലെമൺ പറിക്കാൻ പോവാം. മരത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ലെമൺ പറിക്കാൻ പോവാം. കണ്ടോ ഏതാണ്ട് നട്ടു വെച്ച പോലെ. പറിച്ചോ ഒന്ന് കിട്ടി ഭാഗ്യത്തിന്. ഇനി കുറച്ചുകൂടെ നമ്മൾ ആവശ്യത്തിന് പറിക്കണം. വെയിലുണ്ട് കാരണം കുറച്ച് ചെറിയ ലെമനായി പ്രാവശ്യം കുറച്ച് വിട്ടെങ്കിൽ ഇനി വലുതായിരുന്നു. ചില ലെമണൊക്കെ മേലിരിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ പറിക്കണം. എല്ലാം വിട്ടെങ്കിൽ വേസ്റ്റായി പോകും, അതുകൊണ്ട് നമ്മൾ പറിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ എവിടെ ഉണ്ടെന്ന് നോക്കണം. ഈ ലെമൻ്റെ പ്ലാന്റ് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. എന്തിനാന്ന് പറയാന്ന് വെച്ചാൽ മൊത്തം മുള്ളല്ല, അപ്പോൾ കയ്യിൽ വല്ലതും തീരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കി പറിക്കണം. ഫുള്ള് തോണിയാണ്, അപ്പോൾ നമ്മൾ നോക്കുന്നേ. പറിക്കാനുണ്ടല്ലോ, ഉണ്ട് നിറയെ. ഇപ്പോഴേ ലെമൺ എടുക്കാൻ പോകുമ്പോൾ കയ്യിൽ അവിടെ നനക്കായിട്ട് ലെമണായ മുള്ളു കുത്തതും. ലെമണായാലും മുള്ളു കുത്തും. പക്ഷേ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ടോ? ഉണ്ട്, നല്ലതായിട്ട് സുഖമുണ്ട്. പക്ഷെ വേണ്ടേ, ലെമൺ ആവശ്യം ഉള്ള നന്നാരെ സർബത്ത് നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ലെമൺ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കുടിക്കാണ്? അതുകൊണ്ട് ഗൈസ് നമ്മൾ വന്ന് ഈ തോണി ബുഷസ് ഒക്കെ നമ്മൾ സഹിക്കണം. അപ്പോഴേ നമുക്ക് നല്ല ഒരു നന്നാരി ജ്യൂസ് കുടിക്കാൻ ഒക്കത്തുള്ളൂ. ചില ലെമണൊക്കെ ഭയങ്കര ഹൈറ്റായിട്ടുണ്ട്, എടുക്കാൻ ശരി പാട്. പക്ഷെ എടുത്തേ പറ്റുള്ളൂ, അത് വഴിയില്ല. ഇത്രേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ ശരി ഗൈസ്, നോക്കി ഇത്രയും നമ്മൾ ലെമൺ കിട്ടിയിട്ടുണ്ട്. ഈ ലെമൺ എടുത്തുകൊണ്ട് പോയി നമ്മൾ വന്ന് നന്നായി സർബത്ത് ചെയ്യാം. ഇപ്പം നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ലെമനൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ഓരോ ലെമനായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പിഴിയാൻ തുടങ്ങാം. കണ്ടോ ഗൈസ്, ഇപ്പോൾ നോക്കിയെങ്കിൽ ലെമനൊക്കെ നല്ലതായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ വെയിൽ സമയത്തിൽ നമ്മൾ വീട്ടിലൊക്കെ ലെമൺ ജ്യൂസൊക്കെ പ്രിപ്പയർ ചെയ്യത്തില്ലേ. സോ അതുപോലെ ലെമൺ മാത്രം വെച്ചിരിക്കുക നന്നാരെ സർബത്തിനൂടെ ആഡ് ചെയ്യാനായിട്ട്. ഈ ലെമണിൽ നമ്മൾ സിട്രിക് ആസിഡ് വിറ്റമിൻ സി ഒക്കെ ഉള്ള കാരണം ബോഡിന് നല്ലതാണ്. സോ അതുകൊണ്ട് ലെമൺ എടുത്ത് വയ്ക്കുക. സബ്ജ സീഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോഡി നല്ലതായിട്ട് ഒരു
കൂളായിട്ട് ആക്കാൻ വേണ്ടി മെയിനായിട്ട് ഈ സബ്ജ സീഡ്സ് നമ്മൾ നന്നാടെ സർബത്തിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സബ്ജ സീഡ്സ് വന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്ന് നമ്മൾ പിഴിഞ്ഞ് വെച്ച ലെമൺ, അതുകൂടി ഒഴിച്ചേക്കാം. പിന്നെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് വന്ന് ഈ നന്നാരയുടെ സിറപ്പ് ഉണ്ടല്ലോ, അത് സിറപ്പ് ഒന്ന് നമ്മൾ ആഡ് ചെയ്തേക്കാം. ഐസ് ക്യൂബ്സൊക്കെ നമ്മൾ ഓൾറെഡി റെഡി ചെയ്ത് വെച്ചിരിക്കുക. ഈ ഐസ് ക്യൂബ്സ് നമ്മളൊന്ന് നന്നാര സർബത്തിലോട് ആഡ് ചെയ്യാൻ പോവാം. ഇപ്പം നന്നാര സർബത്തിലോട് കുറച്ച് വെള്ളം ആഡ് ചെയ്തേക്കാം. സോഡ നല്ലതല്ലല്ലോ. അപ്പോൾ സോഡ നല്ലതല്ലല്ലോ, അപ്പോൾ സോഡാൻ്റെ പകരം നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. സപ്പോസ് നന്നാര സർബത്തിന് ലൈറ്റായിട്ട് പുളി ഉണ്ടെങ്കിൽ വാട്ടർ വന്ന് ഇട്ടെങ്കിൽ കുറച്ച് മാനേജ് ചെയ്തേക്കാം, പുളി കുറച്ച് കുറയും. പഞ്ചസാരയും ആഡ് ചെയ്യാം. ചടാ ഇപ്പോൾ സൂപ്പറായിട്ട് ഒരു ഉഗ്രനായിട്ട് ഒരു സർബത്ത് റെഡി ആയിരിക്കുക, നന്നാര സർബത്ത്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ഐസ് ആഡ് ചെയ്തിരിക്കുക. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാം ഗൈസ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ നന്നാര സർബത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് എല്ലാവരും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ മോളെ കുറച്ചൊന്ന് എൻകറേജ് ചെയ്ത് വിടും, അപ്പോൾ ആ കൊച്ച് നല്ലതായിട്ട് മുന്നോട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ വന്ന് കണ്ടിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സന്തോഷിപ്പിക്കുക. പിന്നെ എല്ലാവരും സേഫായിട്ട്, ബിക്കോസ് എത്ര വെയിലടിക്കുന്നത്, അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, സി യു സൂൺ, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.